തലശ്ശേരി സ്വദേശിയായ അഷ്റഫ് കല്ലുങ്കൽ കഴിഞ്ഞ 3 വർഷമായി ദുബായിൽ ബിസിനസ് ചെയ്തു വരികയാണ്. ഫായിസിന് സാമ്പത്തിക സഹായം നൽകിയതിനാൽ ഫായിസ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി കൂടിയാണ് അഷ്റഫ് കല്ലുങ്കൽ. CBIക്ക് വ്യാജമൊഴി നൽകി കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പറഞ്ഞ് ഫായിസ് തന്റെ കയ്യിൽ നിന്ന് പണം തട്ടാൻ ശ്രമിക്കുകയാണ് എന്ന് അഷ്റഫ് പറയുന്നു. ഒന്ന്, എൻ്റെ ഭാര്യനെ ഫോൺ വിളിച്ചിട്ട് നിരന്തരം ശല്യം ചെയ്തിട്ട്, അതായത് എൻ്റെ ഭാര്യനെ വിധവയാക്കും. ആഫ്രിക്കൻസ് നൈജീരിയക്കാരൊക്കെ വെച്ചിട്ടാണ് അവന് എന്നെ എന്താ പറയുക കൊന്നുകളയും എന്നുള്ള ഒരു ഭീഷണി ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴെന്ന് വെച്ചാൽ പോകുമ്പോൾ വരുമ്പോൾ അത്രയും കെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ജയിലിലെത്തി കഴിഞ്ഞാൽ അവിടെയും അവനിക്കുള്ള കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. ഫായിസ് നടത്തിയ സ്വർണ്ണക്കടത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് അഷ്റഫിന്റെ പക്ഷം. ഫായിസിന് താൻ പണം കടം കൊടുക്കാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫായിസിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന കുറ്റം ചുമത്തിയാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ കേരളത്തിലെത്തി കീഴടങ്ങാനായിരുന്നു തന്റെ പരിപാടി. എന്നാൽ ഫായിസ് ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ഭീഷണിപ്പെടുത്തിയതിനാലാണ് തീരുമാനം മാറ്റിയതെന്നും അഷ്റഫ് പറയുന്നു. നാട്ടിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം തയ്യാറായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ പോയി, നിങ്ങൾക്കൊന്നും അതിലൊരു യാതൊരു പാർട്ടും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ള എന്നെ ധരിപ്പിച്ചിട്ട് എന്നെ ഇവിടെ ഒരു ബോധപൂർവ്വം എന്നെ ഇവിടെ നിർത്തിയതിന് ശേഷം കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ഡീലിങ്സ് നടത്തി അങ്ങനെയാണ് അത് പിന്നെ എൻ്റെ പേരിൽ ഈ അലിഗേഷൻസ് എല്ലാം കെട്ടിച്ചമച്ചതിന് ശേഷം അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഫായിസിന് ഇപ്പോഴും ചില ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്നും അഷ്റഫ് ആരോപിക്കുന്നു. പല ഡിപ്പാർട്ട്മെൻറ്റ്, എൻഫോഴ്സ്മെൻറ്റ്, പിന്നെ കസ്റ്റംസ്, പിന്നെ ഇൻകം ടാക്സ്, DRI അങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൻ എന്നോട് പറയുന്നത് എനിക്ക് അത്ര രീതിയിൽ അങ്ങനെ ഫണ്ട് വേണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ. ക്യാമറാമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, ദുബായ്.